എല്ലാവർക്കും നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയില് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ ഒരു വീഡിയോയിലും ചാർട്ടിൽ പോയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യല്ല ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഇത് നമ്മൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. അതായത് ഏതൊരു ട്രേഡറിന്റെയും ജേർണിയിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇഷ്ടംപോലെ ബിഗിനേഴ്സ് ചെയ്യുന്ന മണ്ടത്തരങ്ങളിൽ ഒന്നാണ്, ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്ന്, ചെയ്യാൻ പാടില്ലാത്തത്. അതായത് സ്കെയിലപ്പ് ചെയ്യുന്നത് മീൻസ് നമ്മളിപ്പോ സ്കെയിലപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ സ്കെയിലപ്പ് ചെയ്യും അല്ലെ, നമ്മളെ ക്യാപിറ്റൽ സ്കെയിലപ്പ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ നമ്മൾ ട്രേഡിങ്ങിലും ക്യാപിറ്റൽ സ്കെയിലപ്പ് ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ ഇനീഷ്യലി ഒരു 1000 രൂപ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് ഇല്ലെങ്കിൽ, ഒരു ദിവസം പ്രോഫിറ്റ് ഇല്ലെങ്കിൽ 2 ദിവസം പ്രോഫിറ്റ് കാണുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഒരു 50,000 1 ലക്ഷം ഒക്കെ ഇട്ട് ചെയ്യുന്നത് വലിയ മണ്ടത്തരമാണ്. ഓക്കെ, അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യാതിരിക്കുക. നിങ്ങൾ ഏതുവരെ ട്രേഡിംഗ് സൈക്കോളജിയും അതുപോലെ റിസ്ക് മാനേജ്മെന്റും പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ സൈക്കോളജി നമുക്ക് ശരിയാവുന്നില്ല, ഓവർ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഗ്രീഡി ആവുന്നുണ്ട്, അല്ലെങ്കിൽ റിവഞ്ച് ട്രേഡ് എടുക്കാൻ പോകുന്നുണ്ട്, നമ്മൾ പ്ലാനിന്റെ പുറത്തേക്ക് ചിന്തിച്ചിട്ട് മണ്ടത്തരങ്ങൾ ഒരുപാട് കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും സ്കെയിൽ അപ്പിനെ പറ്റി ചിന്തിക്കരുത്. അതായത് ഇപ്പൊ എത്ര രൂപ ഇട്ടിട്ടാണോ ചെയ്യുന്നത്, നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ചെറുതാക്കി വെച്ചിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ട്രേഡ് ചെയ്യുക. ഇക്വിറ്റിയിലൊക്കെ ചെയ്യുന്നവര്, ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 1000 രൂപ ഇട്ടിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് പഠിക്കുക ആദ്യം, എന്നിട്ട് വലിയ എമൗണ്ട് ഇട്ടാൽ മതി. അപ്പൊ അത് ഇടുന്നതിനും ഒരു രീതിയുണ്ട്, ഈ സ്കെയിലപ്പ് ചെയ്യുന്നതിനും ഒരു രീതിയുണ്ട്. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഓപ്ഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഓപ്ഷൻസിൽ ചെയ്യുന്നവർ ഇനീഷ്യലി ഒരൊറ്റ ലോട്ട് എടുത്തിട്ട് ചെയ്താൽ മതി പഠിക്കുകയാണെങ്കിൽ. അതിൽ കൂടുതൽ ഡിപ്ലോയ് ചെയ്യേണ്ട, കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ എന്തായാലും ലോസസ് വരും. നമ്മൾ വലിയ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ വലിയ ലോസസ് ആയിരിക്കും വരിക. ഓക്കെ, സ്കെയിലപ്പ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് ലോജിക്കലായിട്ടൊന്നും ചിന്തിക്കുക. നമ്മളിപ്പോ പ്രോഫിറ്റബിൾ ആവുന്നവരെ, അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് വരുന്നത് വരെ നമ്മൾ ചെറിയ എമൗണ്ട് വെച്ചിട്ട് ചെയ്യുക, റിസ്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക, സൈക്കോളജി കറക്റ്റ് ആക്കുക. എന്നിട്ട് ഇപ്പൊ ഒരു 1000 രൂപ ഇട്ടിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1000 രൂപ ഇട്ടിട്ട് തന്നെ ചെയ്യാം. എന്നിട്ട് കുഴപ്പമില്ല, ഇത് വർക്ക്ഔട്ട് ആവുന്നുണ്ട്, നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, ആ സ്ട്രാറ്റജി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഡെയിലി ആ പ്ലാൻ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, ഓവറോൾ മന്തിന്റെ റിസൾട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് എനിക്കുള്ളതെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സ്കെയിലപ്പ് ചെയ്യാം. അപ്പോൾ സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു 5000 രൂപ ഇട്ടിട്ട് ചെയ്ത ഒരാളാണെങ്കിൽ സ്കെയിലപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും 5000 ടു 50,000ത്തിലേക്ക് ചിന്തിക്കാൻ പാടില്ല. അതേപോലെ ഓപ്ഷൻസിൽ ഒരു ലോട്ട് എടുത്ത് ചെയ്ത് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ലോട്ടിൽ നേരെ 10 ലോട്ടിക്കോ 20 ലോട്ടോ 30 ലോട്ടിലോ എടുക്കാതെ ഒരു ലോട്ടിന്ന് 2 ലോട്ടാക്കി എടുക്കുക. ക്ലിയർ ആയില്ലേ? ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നവർ 5K ഇട്ടിട്ട് ചെയ്യുന്നവരാണെങ്കിൽ 10K ആക്കുക. എന്നിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. കുറച്ച് ടൈം എടുത്തിട്ട് സ്കെയിലപ്പ് ചെയ്താൽ മതി. അതിന്റെ പിന്നിലെ ലോജിക്ക് എന്താണെന്ന് അറിയോ? നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജി ഓക്കെ ആയിരിക്കാം, നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് പെർഫെക്റ്റ് ആയിരിക്കാം, പക്ഷെ നമ്മൾ 5000 രൂപ ഇട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾ, ഇപ്പൊ ഓപ്ഷൻസിലാണെങ്കിലും ഇക്വിറ്റിയിലാണെങ്കിലും 5000 രൂപ ഇട്ടിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഫ്ലക്ച്വേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് പ്രശ്നം തോന്നുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മുടെ സൈക്കോളജി പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ആയത്. പിന്നെ നമ്മൾ പ്ലാനും ഫോളോ ചെയ്തു, എല്ലാം പക്കയായിട്ട് പോയി. അപ്പൊ സ്കെയിലപ്പ് ചെയ്യണം തോന്നി. ആ 5000 രൂപയിൽ നിന്ന് നേരെ 50,000 ഇട്ട് കഴിഞ്ഞാൽ എന്താ അവിടെ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5000 രൂപ ഇട്ടിട്ട് ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്ത ആളാണെങ്കിലും നമുക്ക് ഫ്ലക്ച്വേഷൻ എങ്ങനെയായിരിക്കും കാണുക? ചെറിയ ഫ്ലക്ച്വേഷൻ ആയിരിക്കും അല്ലെ? ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ 10 രൂപ 20 രൂപ 25 രൂപ 30 രൂപ 40 രൂപ 50 രൂപ അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ആയിരിക്കും കാണുക. എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ആണെങ്കിലും നമ്മുടെ വ്യൂ പ്രകാരം നമുക്ക് പോകേണ്ട ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ഫ്ലക്ച്വേഷൻ ആയിരിക്കും കാണുക. സ്റ്റിൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇമോഷണലി നമ്മളെ കാര്യമായിട്ട് ബാധിക്കില്ല. ഓപ്ഷൻസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 100 രൂപ 200 രൂപന്റെ 300 രൂപന്റെ 400 രൂപ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു 3 ഡിജിറ്റ് 4 ഡിജിറ്റിന്റെ മാക്സിമം 4 ഡിജിറ്റിന്റെ ഒരു ഫ്ലക്ച്വേഷൻ ആയിരിക്കും കാണുക. നിങ്ങൾ 50,000 ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇക്വിറ്റി ചെയ്യുന്നവരാണെങ്കിലും ഓപ്ഷൻസ് ചെയ്യുന്നവരാണെങ്കിലും
ഇപ്പോ ഇക്വിറ്റി ഒക്കെ ചെയ്യുന്നവർ 50,000 ഇട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 2 ഡിജിറ്റിന്റെ ഫ്ലക്ച്വേഷൻ കണ്ട സ്ഥലത്ത് നിങ്ങൾ പെട്ടെന്ന് 3 ഡിജിറ്റിന്റെയും 4 ഡിജിറ്റിന്റെയും ഫ്ലക്ച്വേഷൻ കാണും. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അത് സ്റ്റിൽ പ്രോഫിറ്റിലാണെങ്കിലും നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആവണം എന്നില്ല. ക്ലിയർ ആയില്ലേ? നമുക്ക് ടെൻഷൻ ആയിട്ട് നമ്മൾ എക്സിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓപ്ഷൻസ് ചെയ്യുന്നവരാണെങ്കിലോ 5,000 ഇട്ട് ചെയ്ത ആള് 50,000 ഇട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ 4 ഡിജിറ്റിന്റെയും 5 ഡിജിറ്റിന്റെ ഒക്കെ ഫ്ലക്ച്വേഷൻ ചിലപ്പോൾ കാണാം. 5 ഡിജിറ്റിന്റെ ഒക്കെ ഫ്ലക്ച്വേഷൻ ചിലപ്പോൾ നമുക്ക് അവിടെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. സ്റ്റിൽ ഇവിടെ ഞാൻ പറയുന്നത് ലോസിൽ പോകണം എന്നില്ല. പ്രോഫിറ്റ് ആണെങ്കിലും നമുക്ക് ആ ഫ്ലക്ച്വേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ക്ലിയർ ആയില്ലേ? ഇത് തന്നെ നമ്മൾ 1,00,000 രൂപയൊക്കെ ഇട്ടിട്ട് ഓപ്ഷൻസ് ഇക്വിറ്റി ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെറിയ എമൗണ്ടിൽ ട്രേഡ് ചെയ്ത് ചെറിയ ഫ്ലക്ച്വേഷൻസ് കണ്ട നമ്മൾ പെട്ടെന്ന് വലിയ എമൗണ്ട് ഇട്ടിട്ട് വലിയ ഫ്ലക്ച്വേഷൻ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ ചെറിയ എമൗണ്ടിൽ നമ്മൾ അടിപൊളിയായി ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പെട്ടെന്ന് വലിയ എമൗണ്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ അതിൽ അടിപൊളിയായി ചെയ്യണമെന്നില്ല. അപ്പൊ എങ്ങനെ ചെയ്യണം? 5,000 നിന്ന് 10,000 ആക്കുക. അതായത് ഒരു ലോട്ടിൽ നിന്ന് 2 ലോട്ട് ഇക്വിറ്റി ചെയ്യുന്നവരാണെങ്കിൽ 5,000 നിന്ന് 10,000, 10,000 നിന്ന് 20,000, 20 എന്ന് മെല്ലെ ഒരു 30 ആക്കാം, 30 to 50. അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യാം. എത്ര ഒരു ഗ്യാപ്പ്, ഒരു 2 വീക്കോ ഇല്ലെങ്കിൽ 1 മന്തിന്റെ ഒക്കെ ഗ്യാപ്പ്. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഫ്ലക്ച്വേഷൻ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഫ്ലക്ച്വേഷൻ കൂടി കൂടി അങ്ങനെ കാണണം. അപ്പൊ നമ്മൾ അതുമായിട്ട് സ്യൂട്ട് ആയി പൊക്കോളും. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് ഇപ്പൊ ഒരു ലോട്ട് എടുത്ത് ചെയ്ത ആള് 2 ലോട്ട് എടുത്ത് ചെയ്തു. അപ്പൊ ചെറുതായിട്ട് മൈൻഡിന്റെ ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ സൈക്കോളജിക്കൽ ഇഷ്യൂ വരികയാണെങ്കിലും അത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും, കാര്യമില്ല. പിന്നെ അത് നമ്മൾ കണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശരി. പിന്നെ 2 ലോട്ടൊന്നും 4 ലോട്ടാക്കുക. ഇക്വിറ്റി ചെയ്യുന്നവരാണെങ്കിൽ അതേപോലെ തന്നെ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത ക്യാപിറ്റൽ നമ്മൾ എന്താണ് ഫ്ലക്ച്വേഷൻ കണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വലിയ എമൗണ്ട് ഇടുക, കുറച്ചുകൂടി എമൗണ്ട് കൂട്ടുക, അങ്ങനെ ചെയ്യാം. ഓക്കെ, അതാകുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് നമ്മുടെ മൈൻഡിനെയും കൺട്രോൾ ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ സ്കെയിലപ്പ്. ഇതേപോലെ വേണം സ്കെയിലപ്പ് ചെയ്യാൻ. നമ്മൾ പഠിച്ചു പ്രോഫിറ്റബിൾ ആയതുകൊണ്ട് കാര്യമില്ല. ഇപ്പോ ഞാനൊരു 1,00,000 രൂപന്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ അടുത്ത് പെട്ടെന്നൊരു 1 CR ഒരു അക്കൗണ്ട് തന്നിട്ട് ട്രേഡ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഞാനാണെങ്കിലും ഇപ്പൊ 1 CR ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്റെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല, ഇല്ലെങ്കിൽ ആ ഫ്ലക്ച്വേഷൻ എനിക്ക് താങ്ങാൻ പറ്റണം എന്നില്ല. ക്ലിയർ ആയില്ലേ? എന്റെ പ്ലാൻ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം അത് വലിയ ഫ്ലക്ച്വേഷൻ ആണ് ഞാൻ അവിടെ കാണുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യില്ല, റിജക്ട് ചെയ്യും. ഞാൻ അതിനെ എന്ത് ചെയ്യും? അതില് പ്രതികരിക്കാൻ തുടങ്ങും. എന്റെ മൈൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ എന്റെ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യാതെ ചിലപ്പോൾ ചെറിയ പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ട് എക്സിറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പ്ലാൻ വർക്ക്ഔട്ട് ആക്കില്ല, ഇല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ പെട്ടെന്ന് എക്സിറ്റ് ആവും. ഇപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു കണ്ടന്റ് ആണ്. സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ സ്കെയിലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് എപ്പോഴാണ്? ട്രേഡിംഗ് സൈക്കോളജിയും റിസ്ക് മാനേജ്മെന്റും പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആക്കുന്നുണ്ട്, അതിൽ നിന്ന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ മാത്രം സ്കെയിലപ്പിനെ കുറിച്ച് ചിന്തിക്കുക. അതിനു മുമ്പ് സ്കെയിലപ്പിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപ ഇടുന്നോ, ഇപ്പൊ ഫസ്റ്റ് 1,000 രൂപ ഇട്ടിട്ട് 10 വെച്ചിട്ട് പോയാൽ നമുക്ക് ഇപ്പൊ ഒരു 50,000 ഇടുകയാണെങ്കിൽ 500 വെച്ചിട്ട് പോകാൻ തുടങ്ങും. ക്ലിയർ ആയില്ലേ? ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കണ്ടന്റ്. സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക, ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.